എഫ് UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആംസ്റ്റർഡാമിലെ അക്രമത്തെ തുടർന്ന് അടുത്തയാഴ്ച UK അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന സാംസ്കാരിക കായിക പരിപാടികളിൽ നിന്ന് ഇസ്രായേൽ പൗരന്മാർ വിട്ടുനിൽക്കണമെന്ന് ഇസ്രായേൽ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. UK, നെതർലൻഡ്സ്, ഫ്രാൻസ്, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിലെ നഗരങ്ങളിലെ ഇസ്രായേലികളെ ഉപദ്രവിക്കാൻ വിദേശത്തുള്ള പാലസ്തീൻ അനുകൂല ഗ്രൂപ്പുകൾ ലക്ഷ്യമിടുന്നതായി രഹസ്യാന്വേഷണ വിവരം ലഭിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പറഞ്ഞു. പ്രാദേശിക ടീമായ അജാക്സും ഇസ്രായേൽ ടീം മക്കാബി ടെൽ അവീവും തമ്മിലുള്ള മത്സരത്തെ തുടർന്ന് വ്യാഴാഴ്ച ഡച്ച് തലസ്ഥാനത്ത് ഇസ്രായേൽ ഫുട്ബോൾ ആരാധകർ ആക്രമിക്കപ്പെട്ടിരുന്നു. ഞായറാഴ്ച കളിയുടെ പശ്ചാത്തലത്തിൽ ആന്റിസെമിറ്റിക് ആക്രമണത്തെ തുടർന്ന് ആംസ്റ്റർഡാമിൽ നിരോധിത പ്രകടനത്തിനിടെ 100-ലധികം ഫലസ്തീൻ അനുകൂല പ്രതിഷേധക്കാരെ പോലീസ് പിടികൂടി. വ്യാഴാഴ്ച ഫ്രാൻസും ഇസ്രായേലും തമ്മിലുള്ള ഫുട്ബോൾ മത്സരത്തിനായി 4000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുമെന്ന് പാരീസ് പോലീസ് അറിയിച്ചു. ഡച്ച് നഗരത്തിൽ പാലസ്തീൻ പതാക വലിച്ചു കീറുന്നതും മറ്റൊന്ന് കത്തിക്കുന്നതുമായുള്ള വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. മക്കാബി ടെൽ അവീവ് ആരാധകർ കളി കാണാൻ പോകുമ്പോൾ അറബ് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന വീഡിയോയും വൈറലാണ്. കഴിഞ്ഞ മാസത്തെ ബജറ്റിലെ നികുതി വർധനവ് അടച്ചുപൂട്ടലിനും തൊഴിൽ നഷ്ടത്തിനും കാരണമാകുമെന്ന് മുൻനിര പബ് റെസ്റ്റോറന്റ് മേധാവികൾ ചാൻസലർക്ക് മുന്നറിയിപ്പ് നൽകി. ദേശീയ ഇൻഷുറൻസ് സംഭാവനകളിൽ തൊഴിലുടമകൾ നൽകുന്ന തുകയിലെ വർധനവ് ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തെ കാര്യമായി ബാധിക്കുമെന്ന് 200-ലധികം പേർ ഒപ്പിട്ട ഒരു കത്തിൽ പറയുന്നു. ബിസിനസ്സുകൾക്ക് ചിലവുകൾ ഉപഭോക്താക്കളിലേക്ക് കൈമാറാനുള്ള ശേഷിയില്ല. അത് ജോലി വെട്ടിക്കുറയ്ക്കലിനും ചെറുകിട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിനും ഇടയാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. NHS പോലുള്ള പൊതുസേവനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി 25 ബില്യൺ പൗണ്ട് ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് റേച്ചൽ റീവ്സ് ബിസിനസ്സുകൾക്കായുള്ള തന്റെ ദേശീയ ഇൻഷുറൻസ് മാറ്റങ്ങൾ വരുത്തുന്നത്. ഏപ്രിൽ മുതൽ ദേശീയ ഇൻഷുറൻസിൽ തൊഴിലുടമകൾ അടക്കുന്ന നിരക്ക് 13.8% നിന്ന് 15% ഉയരും. കൂടാതെ ഓരോ ജീവനക്കാരന്റെയും ശമ്പളത്തിന്റെ നികുതി അടക്കാൻ തുടങ്ങുന്ന പരിധി പ്രതിവർഷം 9,100 പൗണ്ടിൽ നിന്ന് 5,000 പൗണ്ടായി കുറയും. UK ഹോസ്പിറ്റാലിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവായ കേറ്റ് നിക്കോൾസ്, ഫുള്ളേഴ്സ്, സ്റ്റോൺഗേറ്റ് ഗ്രൂപ്പ് എന്നീ പബ് സ്ഥാപനങ്ങളുടെ മേധാവികൾ, പ്രീമിയർ ഇന്നിന്റെ ഉടമ വിറ്റ്ബ്രഡ് എന്നിവരും കത്തിൽ ഒപ്പുവെച്ച പ്രമുഖരിൽ ഉൾപ്പെടുന്നു. കത്തിൽ പറയുന്നതനുസരിച്ച് ചെലവ് വർദ്ധിക്കുന്നത് ജോലികൾ വെട്ടിക്കുറയ്ക്കാനും തൊഴിലാളികൾക്ക് മണിക്കൂറുകൾ കുറയ്ക്കാനും ഇടയാക്കും. ആഘാതം ലഘൂകരിക്കുന്നതിന് താഴ്ന്ന വരുമാനക്കാരെ നിയമിക്കുന്ന ബിസിനസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള 2 നടപടികളൊന്ന് സർക്കാർ പരിഗണിക്കണമെന്ന് ഒപ്പിട്ടവർ ആവശ്യപ്പെടുന്നു. 5% എന്ന കുറഞ്ഞ നിരക്കിൽ 5,000 പൗണ്ടിനും 9,100 പൗണ്ടിനും ഇടയിൽ ബാധകമാകുന്ന ഒരു പുതിയ തൊഴിൽ ദാതാവിന്റെ NIC ബാൻഡ് അല്ലെങ്കിൽ ആഴ്ചയിൽ 20 മണിക്കൂറിൽ താഴെ ജോലി ചെയ്യുന്ന നികുതിദായകർക്ക് ഒരു ഇളവ് നടപ്പിലാക്കുന്നതാണ് നിർദ്ദേശിച്ചിരിക്കുന്ന നടപടികൾ. ഉയർന്ന വേതന ബില്ലുകൾ നികത്താനുള്ള ശ്രമത്തിൽ വിലകൾ വർദ്ധിപ്പിച്ചേക്കാമെന്ന് M&S, സെയിൻസ്ബറി തുടങ്ങിയ വലിയ ബ്രിട്ടീഷ് സൂപ്പർ മാർക്കറ്റുകൾ വ്യക്തമാക്കിയിരുന്നു. ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ നിന്നുള്ള വിമർശനങ്ങൾക്കിടയിൽ റേച്ചൽ റീവ്സ് ഈ ആഴ്ച പെൻഷൻ പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് സ്വകാര്യ ബിസിനസ്സുകളിലേക്കും അടിസ്ഥാന സൗകര്യങ്ങളിലേക്കും പണം എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ലണ്ടൻ മാർക്കറ്റിലെ കത്തിക്കുത്ത് ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. ലണ്ടന്റെ തെക്ക് ഭാഗത്തുള്ള വാൾവർത്തിലെ ഈ സ്ട്രീറ്റ് മാർക്കറ്റിൽ ഞായറാഴ്ച രാവിലെയാണ് സംഭവം. കത്തിക്കുത്തേറ്റവരിൽ ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായും പരിക്കേറ്റ മറ്റ് 3 പേരെ ആശുപത്രിയിൽ പ്രവേശിച്ചതായും മെട്രോപൊളിറ്റൻ പോലീസ് പറഞ്ഞു. സംഭവ സ്ഥലത്ത് വെച്ച് 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് കസ്റ്റഡിയെടുക്കുകയും ചെയ്തു. പ്രതി മാനസിക രോഗിയായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. ഇതൊരു തീവ്രവാദ ആക്രമണമായി കണക്കാക്കുന്നില്ലെന്നും മറ്റാരെയും അന്വേഷിക്കുന്നില്ലെന്നും പോലീസ് സ്ഥിരീകരിച്ചു. 2 ദിവസത്തിനിടെ UK മലയാളികളെ തേടിയെത്തിയത് 3 മരണവാർത്തകൾ. ലിങ്കൻഷെയറിൽ ജിനോ അനിത ദമ്പതികളുടെ മകളുടെ മരണവാർത്തയാണ് ശനിയാഴ്ച UK മലയാളികളെ തേടിയെത്തിയത്. വിട്ടുമാറാതെയുള്ള പനിക്ക് പിന്നാലെ ന്യൂമോണിയ ബാധിച്ചതാണ് കുഞ്ഞു അദീന മോളുടെ മരണത്തിന് കാരണമായത്. ഇന്നലെ സ്റ്റോക്ക് പോർട്ടിൽ 37-കാരിയായ നിർമ്മല നെറ്റോയുടെയും കെന്റിൽ മെയ്ഡ്സ്റ്റോണിൽ താമസിക്കുന്ന പോൾ ചാക്കയുടെയും മരണവാർത്തകളാണ് പുറത്തു വന്നത്. സ്ഥാനാർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു നിർമ്മല നെറ്റോ. കൊല്ലം സ്വദേശിനിയാണ്. 2017-ൽ UK-യിലെത്തിയ നിർമ്മല മാഞ്ചസ്റ്ററിനടുത്തുള്ള സ്റ്റോക്ക് പോർട്ട് സ്റ്റെപ്പിംഗ് ഹിൽ ഹോസ്പിറ്റലിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. നിർമ്മലയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പ്രദേശത്തെ മലയാളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കെന്റിലെ മെയ്ഡ്സ്റ്റോണിൽ താമസമാക്കിയിട്ടുള്ള പോൾ ചാക്കയുടെ മരണവാർത്തയാണ് ഇന്നലെ രണ്ടാമതെത്തിയത്. 50 വയസ്സായിരുന്ന പോളിന്റെ വേർപാട് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ ബ്രിട്ടനിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന ക്യാൻസൽ കൾച്ചറിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നു. കോർപ്പസ് ക്രിസ്റ്റി കോളേജിലെ 3-ാം വർഷ മെറ്റീരിയൽ സയൻസ് വിദ്യാർത്ഥിയായ അലക്സാണ്ടർ റോജേഴ്സ് ഈ വർഷം ജനുവരിയിൽ സമപ്രായക്കാരായ മറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് വിവേചനം നേരിട്ടതിനെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെയാണ് ക്യാൻസൽ കൾച്ചർ ചർച്ചയാകുന്നത്. ഓക്സ്ഫോർഡ് കോർണേഴ്സ് നടത്തിയ അന്വേഷണത്തിൽ വിവേചനമാണ് വിദ്യാർത്ഥിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു ആരോപണത്തെ തുടർന്ന് സുഹൃത്തുക്കൾ തന്നെ ഒഴിവാക്കിയതിൽ റോജേഴ്സ് വളരെ മാനസികമായി തകർന്നിരുന്നു. ആക്ഷേപകരമായ അല്ലെങ്കിൽ അസ്വീകാര്യമായ പെരുമാറ്റം കാരണം ഒരാളെ ബഹിഷ്കരിക്കുന്ന രീതിയാണ് ക്യാൻസൽ കൾച്ചർ.
ജനുവരിയിൽ റോജേഴ്സ് ഉൾപ്പെടെ ഒരു സംഭവത്തിൽ അസ്വസ്ഥതയുണ്ടെന്ന് മുൻ പങ്കാളി ആരോപിച്ചിരുന്നു. ഈ ആരോപണത്തെ തുടർന്നാണ് സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഒഴിവാക്കിയത്. തന്റെ പ്രവൃത്തികളിൽ പശ്ചാത്താപമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റോജേഴ്സ് സുഹൃത്തുക്കൾക്ക് കത്തെഴുതി. എന്നാൽ അദ്ദേഹത്തെ ബഹിഷ്കരിക്കൽ നിന്ന് സുഹൃത്തുക്കൾ പിന്മാറിയില്ല. പിന്നീട് വിദ്യാർത്ഥിയുടെ മൃതദേഹം തെംസ് നദിയിൽ കണ്ടെത്തുകയായിരുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വിഷയത്തിൽ അന്വേഷണം നടത്തുകയാണ്. 100-ലധികം കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുള്ള ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ സുവിശേഷ പ്രഭാഷകൻ ജോൺ സ്മിത്തിന്റെ ലൈംഗികാതിക്രമം അവഗണിച്ചതിന് കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് സ്ഥാനം രാജിവെക്കാൻ ജസ്റ്റിൻ വെൽബിയിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നു. പോലീസ് അന്വേഷിച്ച ആശങ്കകൾ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബി ഉറപ്പുവരുത്തിയിരുന്നെങ്കിൽ ജോൺ സ്മിത്ത് ക്യൂസിയുടെ ദുരുപയോഗം 2013 തന്നെ തുറന്നുകാട്ടാമായിരുന്നു. സ്മിത്ത് 130ഓളം ആൺകുട്ടികളെയും യുവാക്കളെയും ലൈംഗികാതിക്രമണത്തിന് വിധേയമാക്കിയതെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഹാംഷെയർ പോലീസിന്റെ അന്വേഷണത്തിനിടെ 2018 കേപ്പ് ടൗണിൽ വെച്ച് മരിച്ചു. 2013 മുമ്പ് തനിക്ക് ഈ ദുരുപയോഗത്തെക്കുറിച്ച് യാതൊരു സംശയമോ ഉണ്ടായിരുന്നില്ലെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. എന്നാൽ ആ വർഷം അത് കൂടുതൽ വെളിപ്പെടുത്തിയതിനു ശേഷം അത് അന്വേഷിക്കുന്നത് വ്യക്തിപരമായി ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ആർച്ച് ബിഷപ്പ് സമ്മതിച്ചു. 2018 മരിക്കുന്നതുവരെ ദക്ഷിണാഫ്രിക്കയിലെ ക്രിസ്ത്യൻ ക്യാമ്പുകളിൽ ബ്രിട്ടനിൽ നിന്ന് പലായനം ചെയ്തതിനു ശേഷം കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന തുടരാൻ ഈ പരാജയം ജോൺ സ്മിത്തിനെ സ്വതന്ത്രനായി തുടരാൻ അനുവദിച്ചുവെന്ന് വിമർശകർ പറയുന്നു. ഇംഗ്ലണ്ടിലെ നഴ്സുമാർ നേരത്തെ ജോലി ഉപേക്ഷിക്കുന്നത് ആരോഗ്യ പരിഷ്കാരങ്ങളെ അപകടത്തിലാക്കുന്നുവെന്ന് നഴ്സിംഗ് യൂണിയനായ RCN പറയുന്നു. രജിസ്റ്റർ ചെയ്ത് 10 വർഷത്തിനുള്ളിൽ പുറത്തു പോകുന്നവരുടെ എണ്ണം 2021 മുതൽ 2024 വരെ 43% വർദ്ധിച്ചതായി റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ടെത്തി. RCN നടത്തിയ ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 11,000-ലധികം നഴ്സുമാർ രജിസ്റ്ററിൽ നിന്ന് ആദ്യത്തെ 10 വർഷത്തിനുള്ളിൽ നിന്ന് പുറത്തുപോയി. നഴ്സിംഗ് വിടുന്നവർ പുതുതായി യോഗ്യത നേടിയ നഴ്സിംഗ് സ്റ്റാഫിന്റെയും പാൻഡമിക് സമയത്ത് റിട്ടയർമെന്റിൽ നിന്ന് മടങ്ങിയ പരിചയസമ്പന്നരായ സ്റ്റാഫിന്റെയും സംയോജനമാണ്. നഴ്സുമാരാകാൻ പഠിക്കുന്നവരുടെ എണ്ണം ഇംഗ്ലണ്ടിലുടനീളം ഗണ്യമായി കുറഞ്ഞെന്ന് കഴിഞ്ഞ മാസം RCN പുറത്തുവിട്ട വിശകലനത്തിൽ പറയുന്നു. ചില മേഖലകളിൽ 40% വരെ അപേക്ഷകൾ ഇടിവ് രേഖപ്പെടുത്തിയതായും ആ കണക്കുകൾ വ്യക്തമാക്കുന്നു. ബജറ്റിൽ വരുത്തിയ അനന്തരാവകാശ നികുതി മാറ്റങ്ങൾ പുനർവിചിന്തനം ചെയ്യാനുള്ള ആഹ്വാനങ്ങൾ സർക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ വിസമ്മതിക്കുകയോ തുറമുഖങ്ങൾ ഉപരോധിക്കുകയോ ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കുകയോ ചെയ്യാമെന്ന് സ്കൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. പണം സ്വരൂപിക്കാനുള്ള പുതിയ നടപടി കുടുംബ കൃഷികളെ നശിപ്പിക്കുമെന്ന മുന്നറിയിപ്പോടെ ഗ്രാമീണ സമൂഹങ്ങളിൽ നിന്ന് ലേബർ സർക്കാർ തിരിച്ചടി നേരിടുകയാണ്. ട്രാക്ടർ ഗോ സ്ലോകളും കർഷകർ അവരുടെ ഭൂമിയിൽ മലിനജല ചെളി പടർത്തിയുള്ള സമരവും ചില ഹാർഡ്കോർ ഗ്രൂപ്പുകൾ പരിഗണിക്കുന്നുണ്ടെന്ന് ദ ഫാമിംഗ് ഫോറത്തിന്റെ സ്ഥാപകനായ ക്ലെയ് ബെല്ലി പറഞ്ഞു. ഈ മാസം അവസാനം ലണ്ടനിൽ നടക്കുന്ന റാലിക്ക് മുന്നോടിയായി സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ താൻ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാറ്റം ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റത്തിലേക്ക് നയിക്കുമെന്നും കുടുംബ ഫാമുകളിൽ വിനാശകരമായ ആഘാതം ഉണ്ടാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയതോടെ ഗ്രാമീണ സമൂഹങ്ങളിൽ നിന്നും സർക്കാരിന് വലിയ രോഷമാണ് നേരിടേണ്ടി വരുന്നത്. വിദേശ വിദ്യാർത്ഥികൾക്ക് അതിവേഗം വിസ ലഭിച്ചിരുന്ന സ്റ്റുഡന്റ് ഡയറക്റ്റ് സ്ട്രീം കാനഡ അവസാനിപ്പിച്ചു. ഇന്ത്യ, ചൈന, ബ്രസീൽ തുടങ്ങി 14 രാജ്യങ്ങളിൽ സ്കൂൾ പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി 2018 ഏർപ്പെടുത്തിയ സംവിധാനമാണ് അടിയന്തരമായി നിർത്തിയത്. കനേഡിയൻ സമയം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 വരെ ലഭിച്ച അപേക്ഷകൾ മാത്രമേ SDS പദ്ധതി പ്രകാരം പരിഗണിക്കൂ എന്ന് ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ വ്യക്തമാക്കി. അതിനുശേഷമുള്ള എല്ലാ അപേക്ഷകളിലും സാധാരണ സ്റ്റുഡന്റ് പെർമിറ്റ് നടപടിക്രമങ്ങളാവും പിന്തുടരുക. SDS പദ്ധതിയുടെ പ്രയോജനം ഏറ്റവും അധികം ലഭിച്ചിരുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായിരുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യ അവസരം ഉറപ്പാക്കുന്നതിനും നടപടിക്രമങ്ങൾ സുതാര്യമാക്കുന്നതിനുമാണ് പദ്ധതി നിർത്തലാക്കുന്നതെന്നാണ് കാനഡ സർക്കാർ പറയുന്നത്. അതേസമയം വിനോദസഞ്ചാരികൾക്ക് അനുവദിക്കുന്ന വിസ മാനദണ്ഡങ്ങളിൽ കാനഡ മാറ്റം വരുത്തി. മുൻപ് ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്കെല്ലാം 10 വർഷം കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് അനുവദിച്ചിരുന്നെങ്കിൽ ഇനി മുതൽ എല്ലാവർക്കും ഇത് ലഭിക്കില്ല. വിസ അനുവദിക്കുന്ന ഇമിഗ്രേഷൻ ഓഫീസർക്ക് കാലാവധി, എൻട്രി എന്നിവയെല്ലാം തീരുമാനിക്കാം. വിനോദസഞ്ചാര വിസയിലെത്തി അനധികൃതമായി കുടിയേറുന്നത് ഒഴിവാക്കാനാണ് ലക്ഷ്യം. ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള സഞ്ചാരികൾക്ക് തിരിച്ചടിയാണ് പുതിയ തീരുമാനം. യാത്രയുടെ ലക്ഷ്യം, ഫണ്ട് എന്നിവയെല്ലാം വിലയിരുത്തിയ ശേഷമാകും ഇമിഗ്രേഷൻ ഓഫീസർ വിസയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. ലേബർ സർക്കാർ പ്രൈവറ്റ് സ്കൂളുകളുടെ മേൽ ചുമത്താൻ പോകുന്ന വാറ്റ് നയം മൂലം 35,000-ലധികം കുട്ടികൾ പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്ന് പുറത്താകുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇവരെ ലോക്കൽ സ്കൂളുകളിൽ ചേർക്കാൻ പോകുന്നത് മൂലം £300 മില്യൺ ചെലവാകുമെന്ന് ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി വെളിപ്പെടുത്തി. ചുമത്താൻ പോകുന്ന വാറ്റിന്റെ ഭൂരിഭാഗവും രക്ഷിതാക്കൾക്ക് കൈമാറുമെന്ന് OBR വെളിപ്പെടുത്തി. ഫീസ് ശരാശരി 10% വരെ ഉയരുമെന്ന് സർക്കാർ പറയുന്നു. സ്വകാര്യ സ്കൂൾ ജനസംഖ്യയുടെ 6% വിദ്യാർത്ഥികളാണ് ഇതുമൂലം പുറത്തേക്ക് പോകുന്നത്. £7,690 ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നതിന് വേണ്ടി UK സർക്കാർ വർഷാവർഷം ചെലവാക്കുന്നത്. ഇത്രയും അധികം വിദ്യാർത്ഥികൾ സംസ്ഥാന സ്കൂളുകളിലേക്ക് മാറുമ്പോൾ £300 ദശലക്ഷം അധിക ചെലവ് സർക്കാരിന് വഹിക്കേണ്ടതായിട്ട് വരും. VAT വർധനയിലൂടെ £1.7 ബില്യൺ 2029-30 ഗവൺമെന്റ് ട്രഷറിയിലേക്ക് പ്രതീക്ഷിക്കുന്നത്. മൊബൈൽ മോഷണം നടത്തുന്ന 3 അംഗ സംഘത്തെ മെറ്റ് പോലീസ് പിടികൂടി. പിന്നീട് കോടതി അവരെ ജയിലിലടച്ചു.
പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളും ഒരു 21-കാരനുമായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്നത്. അവർ മോഷ്ടിച്ചെടുത്ത 35 മൊബൈൽ ഫോണുകളിൽ 30 എണ്ണം പോലീസ് വീണ്ടെടുക്കുകയുണ്ടായി. കൂടുതൽ UK, യൂറോപ്യൻ, അമേരിക്കൻ, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.